ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പച്ചമാങ്ങയും കൂടെയുള്ള ചേരുവയുമാണ് ഇതിനകത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങ ആദ്യം പൊടിയില്ലാത്തതായിരിക്കണം. നല്ല വലിയൊരു മാങ്ങയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ചെറിയ മാങ്ങയാണെങ്കിൽ 2 എണ്ണം എടുക്കേണ്ടി വരും. എത്രമാത്രം ചട്നി വേണോ അതനുസരിച്ചാണ് നമ്മൾ മാങ്ങ എടുക്കേണ്ടത് കേട്ടോ. അധികം കട്ടിയില്ലാത്ത തൊലിയാണെങ്കിൽ തൊലിയോടുകൂടി നമുക്കിത് ഉപയോഗിക്കാം. ഈ മാങ്ങയുടെ തൊലി വളരെ നേരിയതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി കളയാതെയാണ് എടുക്കുന്നത് കേട്ടോ. മാങ്ങയുടെ തൊലിയിലാണ് കൂടുതലും വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാങ്ങ തൊലിയോടുകൂടിയാണ് മുറിക്കാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ പൂളി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. തൊലിക്ക് കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ ആ തൊലി നേരിയതായിട്ടൊന്ന് ചെത്തിക്കളയണം. അപ്പം ഞാനിതുപോലെ ആ മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു മാങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളാക്കിയ മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രമാത്രം ചട്നി വേണോ അതനുസരിച്ച് മാങ്ങ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പൂളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയ തേങ്ങയും ഉപയോഗിക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്താൽ മതിയാവും. തേങ്ങ ഒത്തിരി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്, കൂടുതലോ കുറവോ ചേർക്കാം. അപ്പോൾ തേങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനൊരു 7-8 ചുള ഉള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ അല്ലി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുള്ളി ഞാൻ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെറുള്ളി എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. കാശ്മീരി വറ്റൽമുളകും നാടൻ വറ്റൽമുളകും 2 എണ്ണം വീതം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കണം. ഈ വറ്റൽമുളകായിട്ട് ചേർക്കുന്ന ഈ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. പക്ഷെ ഞാൻ കാശ്മീരി വറ്റൽമുളകും നാടൻ വറ്റൽമുളകും കൂടി ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാറില്ല, വറ്റൽമുളകായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അല്പം നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ഒരു കളറിനും പിന്നെ ഒരു കൊഴുപ്പിനും വേണ്ടിയിട്ട്. അപ്പോൾ വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. എരിവിന് ആവശ്യമുള്ള വറ്റൽമുളകും മുളക് പൊടിയും നിങ്ങളും ചേർക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള എരിവിനുള്ളത് ചേർക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നേരിയതായിട്ടുള്ള എരിവ് മതിയാകും. ഇനി ഇതിലേക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു ചേരുവയാണ് 1/2 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര ചേർത്താലാണ് ഈ ചട്നിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ ആവണമെന്നില്ല, ഇതുപോലെ തരിതരിയായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് കുറച്ച് കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അരക്കണ സമയത്ത് വെള്ളം ചേർത്ത് അരക്കുക. ഞാൻ 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് കട്ടിയായ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, അതുപോലെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വറവും കൂടി ചേർത്താൽ നമ്മളുടെ ചട്നി റെഡിയായി. വറവിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും ചെറുള്ളിയും വേപ്പിലയും ചേർത്തിട്ടാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.